നമ്മൾ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മളിത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് പിള്ളേരും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അമ്മമാരുടേന്ന് കഴിഞ്ഞാൽ അവരുടെ ആ സന്തോഷം കാണുമ്പോഴുള്ള ഒരു സന്തോഷം. അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാ കൊല്ലവും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കുന്നത്. ഞങ്ങളെപ്പോഴും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വരാറുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ കാസാമറയെ കാണാൻ എന്തായാലും എല്ലാവരും വരിക. നമസ്കാരം. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഫോർട്ട് കൊച്ചി വരെ വന്നപ്പോൾ ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ ഒരു വീട് അലങ്കരിച്ചിരിക്കുന്ന കണ്ടു. ഒരുപാട് വർണ്ണം വിതർന്ന ലൈറ്റുകളൊക്കെ വെച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇത് കാസാമരിയ എന്ന ഒരു വീടാണ്. ഈ വീട്ടിൽ ഹാരി എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇത്തരത്തിൽ ഈ വീടൊക്കെ അലങ്കരിച്ച് ആളുകൾക്ക് വർണ്ണവിസ്മയം ഒരുക്കുന്നത്. എന്തായാലും ഹാരിച്ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താണ് 8 വർഷമായിട്ട് താങ്കൾ ഇത്രയും ഒരുപാട് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ അലങ്കാരമൊക്കെ നടത്തി വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഇത് വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് പിള്ളേരും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അമ്മമാരുടേന്ന് കഴിഞ്ഞാൽ അവരുടെ ആ സന്തോഷം കാണുമ്പോഴുള്ള ഒരു സന്തോഷം. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ 80% വർക്കും ഞാൻ തന്നെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കണതിൻ്റെ കോസ്റ്റേ വരുന്നുള്ളൂ. ഈ മറ്റേ ലേബർ കുറവാണ്. എന്നാലും പൈസ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മളിത് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുക. അങ്ങനെ അപ്പോൾ കുറേ ആൾക്കാർ പുറത്തുനിന്നും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും വെറൈറ്റി വേണം. അപ്പോൾ ഓരോ കൊല്ലവും നമ്മൾ മാറിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ ഈ കൊല്ലം കംപ്ലീറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് നിയോൺ ലൈറ്റ്സ് വെച്ചാണ്. ഈ സൈൻ ബോർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ നിയോൺ ലൈറ്റ്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 21 ബോക്സ് മേടിച്ചതാണ്. അത് 50 എന്ന് പറയുമ്പോൾ അത് 1000 മീറ്റർ കഴിഞ്ഞ് അത്രയും ലൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യണം. ഇത് 12 വോൾട്ട് ലൈറ്റാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ മോനും സഹായിക്കും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയടക്കം വന്ന് നമ്മളത് സഹായിക്കും. എന്തൊക്കെ രൂപങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ സാന്റാക്ലോസിൻ്റെ ഉണ്ട്, പിന്നെ സ്നോമാൻ ഉണ്ട്, പിന്നെ ഈ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ സാൻഡയുടെ ഹെഡ്, പിന്നെ റെയിൻഡിയർ ഉണ്ട്. പിന്നെ ഈ പപ്പാഞ്ഞ് റെയിൻഡിയറായിട്ട് ഓടണത് മുകളിൽ നിങ്ങൾക്ക് കാണാം. അത് ഒരു 4 വെച്ചിട്ട് നമ്മൾ ഓടിക്കണേന്. അതുപോലെ റെയിൻഡിയറിനെ നമ്മൾ ഓടിക്കണേണ്. പിന്നെ ആ വലിയ ക്രിസ്മസ് ട്രീ അതിന് മുകളിലുണ്ട്. ഇത്രയും ലൈറ്റുകളൊക്കെ ഓണാക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റി വേണ്ടി വരും. ഇലക്ട്രിസിറ്റി ഇത് 12 വോൾട്ടാണ്. ഇത് കൂടുതൽ വരുന്നില്ല, അങ്ങനെ അധികം വരാറില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സോളാറുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ഇലക്ട്രിസിറ്റി നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് മറ്റുള്ളവർ കാണുന്ന അവരുടെ സന്തോഷം, അതാണ് നമ്മളുടെ മെയിൻ ഇത്. അതായത് നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 100 കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ തീർന്നു. ഇതല്ല, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഒരു കൊല്ലം. അപ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട്. അതായത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ അമ്മമാർ കാണുമ്പോൾ പറയും, മോനെ സൂക്ഷിക്കണം, മോന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ എന്താ ക്രിസ്മസിന് എന്തെങ്കിലും പരിപാടിയുണ്ടോ? ന്യൂ ഇയർ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും. പിന്നെ 31st അപ്പുറത്ത് അതെൻ്റെ ബ്രദറിൻ്റെ വീടാണ്. അങ്ങനെയുള്ള ഇതുണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാനത് പിടിപ്പിച്ചിട്ടില്ല. ഇവിടെ കുറേ ഡിസ്കോ ലൈറ്റ് വെക്കും. ആൾക്കാർ വന്നിട്ട് നമ്മൾ പാട്ട് വെച്ച് കൊടുക്കും. അവരിവിടെ കിടന്ന് ഡാൻസ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഇനിയും എന്തൊക്കെയാണ് അലങ്കരിക്കാനുള്ളത്? ഒരാൾ കുറേ ഇവിടെ മൂവിങ് ആയിട്ടും സാധനങ്ങളൊക്കെ കയറ്റാനുണ്ട് ഇവിടെ ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സാൻഡയുടെ കുറേ ഒരു 12 സാൻഡ് ഉണ്ട്, അതിനെ കയറ്റി പിടിപ്പിക്കണം ഇവിടെ. അങ്ങനെ കുറേ ചെറിയ പിന്നെ കുറേ സാൻഡയുടെ ഹെഡ് കൊണ്ട് നമുക്ക് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിന് സമയം കിട്ടില്ല. അതിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചേട്ടൻ്റെ ഈ ഒരു ക്രൈസ് വീട്ടുകാരെങ്ങനെയാണ് കാണുന്നത്? അവരുടെ സപ്പോർട്ടാണല്ലോ കൂടുതൽ. വൈഫിൻ്റെയും എൻ്റെ മോനും അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഈ ഒരുപാട് ആൾക്കാരൊക്കെ കാണാനൊക്കെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇത് എങ്ങനെയുണ്ട്? ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് വന്നെ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നെ. കണ്ടിട്ട് എന്താ തോന്നിയത്? എല്ലാവരെയും കാട്ടും കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇത്രയും ചെയ്യാറൊന്നും. എൻ്റെ വീട് ചെല്ലാനോ. നല്ലതാണ്. ഞങ്ങൾ എപ്പോഴും വരാറുണ്ട് എല്ലാ കൊല്ലവും.
ഈ ഹാരി ചേട്ടന് പ്രാന്ത് വട്ടാണോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇട്ടാലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. മോളെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അടിപൊളിയാണോ? സൂപ്പറാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാ കൊല്ലവും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കുന്നത്. എല്ലാം സൂപ്പറാണ്. എപ്പോഴും ഞങ്ങൾ എല്ലാ കൊല്ലം ഞങ്ങൾ തൊട്ടിപ്പുറത്താണ് വീട്. ഞങ്ങൾ എപ്പോഴും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വരാറുണ്ട്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഈ ആളുകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഹാരിച്ചേട്ടൻ ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതാ ഇവിടെ കുറച്ച് പേര് ഇതാ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളിത് എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ ബീച്ച് റോഡിൽ നിന്നാണ് വന്നത്. കരോളാണോ? ഈ വട്ടച്ചിലവിനുള്ള കാശിന് വേണ്ടിയിട്ടാണോ? എന്താ ചെയ്യുന്നത് മക്കൾ? പഠിക്കുന്നുണ്ടോ? എന്തിനാ പഠിക്കുന്നത്? അതെന്താ എത്ര പറയത്ര മടി? മറന്നുപോയോ? പഠിക്കുന്ന കാര്യമൊക്കെ മറന്നുപോയോ? എല്ലാ വർഷവും നിങ്ങളിത് കാണുന്നതാണോ? ഇവിടെ ക്രിസ്മസ് ആയിട്ട് എല്ലാ വർഷവും അടിപൊളിയായിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പരിസരത്തുള്ള മിക്കവാറും ആളുകളെല്ലാവരും വരും, വന്ന് കണ്ടു പോകും. ഞങ്ങളും വരും. ഇവിടെ തൊട്ടപ്പുറത്ത് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട്. പിന്നെ ഇവിടെ ഇവരുടെ കലാപരിപാടികൾ അതും ഇതൊക്കെ വേറെ ഉണ്ട്. ഡാൻസും പരിപാടികളൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുണ്ടാവും. കൊള്ളാം, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. ഇവിടെ എല്ലാ കൊല്ലം ഒരു വെറൈറ്റി ആയിട്ട് സംഭവങ്ങൾ ചെയ്യാറുണ്ട് ലൈറ്റിൽ. ഞങ്ങൾ തൃശ്ശൂരുകാരാണ്. ഇപ്പോൾ ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ, ക്രിസ്മസ് ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ കാസാമറയെ കാണാൻ എന്തായാലും എല്ലാവരും വരിക. നല്ല രീതിയിൽ അവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ്. നന്നായിട്ടുണ്ട് ചെയ്തേക്കണത്. ഇന്ന് എല്ലാ കൊല്ലം വെറൈറ്റിയാണ് ഞങ്ങൾ കാണാൻ വരാറ്. ആളുകൾക്ക് സന്തോഷം കൊടുക്കുകയാണ് ഹാരിച്ചേട്ടൻ. ഹാരിച്ചേട്ടൻ്റെ വീട്ടിൽ വേറെ കുറച്ച് അതിഥികൾ കൂടിയുണ്ട്. കുറേ നായ്ക്കുട്ടികളെ കാണുന്നുണ്ട്, പല വെറൈറ്റീസ് ആയിട്ടുള്ള. ഇതൊക്കെ ഏത് ഇനത്തിൽപ്പെട്ടവരാണ്? ഇതെല്ലാം ടെറിയറാണ്. ഇതെല്ലാം അത് അമേരിക്കൻ ടെറിയറാണ്. അത് നേരെ പോയത്. ഇതാണ് ഇതിൻ്റെ തള്ള വന്നിട്ട് ഈ ചെറുത് ഇവിടെ ഉണ്ടായതാണ്. ഇതെല്ലാം ഈ ചെറുത്, ബാക്കിയെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. എത്ര പേരുണ്ട് മൊത്തം? എല്ലാം കൂടി ഇവിടെ 11 ഉണ്ട്. അപ്പം ഇവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവർ നിങ്ങൾ അയച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. എനിക്ക് ഇത്ര പേരോ കടിക്കൂ? ഇല്ല. ഹലോ, നിന്നോട് മക്കളാരാ എന്തുണ്ട്? മടി കയറോ? ഇവരേതാ? അതല്ലേ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു. അയ്യോ, ആ Okay, get it. Come here, get it. നല്ല അനുസരണയാണല്ലോ. പിന്നെ അത് എല്ലാവരും പേര് വിളിച്ചോ വരും. ആ, Twinkle, come here. Twinkle, come here. All say yeah. No, come here. Get it. Dad, come here. You get it. She get it. Get it. Kimmy, come here. Kimmy, stay here. No, stay here. Okay, now you get in. Baby bear, come here. Baby bear, come here. Not baby bear. Hello, baby. Brown Jack, come here. Brown Jack, here. Okay, enough. Okay, where are you going? You get it. Okay, get it. Okay, good. Okay, get in. Come here. Now all get in. Get in. Baby bear, get in. എല്ലാവരുടെയും പേര് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും. കറക്റ്റായിട്ട് വരും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഇറങ്ങി വരുന്നത്. അതേപോലെ ഇപ്പം നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ക്രിസ്മസ്. റോഡ് വെച്ച് കണ്ട് പരിചയപ്പെട്ടതിലും ഞാൻ ചാനൽ കാണാറുണ്ട്.
അപ്പോൾ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ കണ്ടത്. എനിവേ താങ്ക് യു സോ മച്ച്. ഫാമിലിയായിട്ട് പോവാം ഒരു ദിവസം, അവരെ ഒന്ന് കണ്ടെന്ന് കാണിക്കുക. നമുക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുമാണ് ഫാമിലി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതേ, വീട്ടിൽ നിന്നുള്ളവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഒരു സംഭവം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് സെയിം ടു യു. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഫോട്ടോ കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.